ജയസൂര്യയുടെ മോസ്റ്റ് വെയിറ്റിംഗ് സിനിമയായ കത്തനാറിന്റെ ട്രെയിലർ വന്നിരിക്കുകയാണ്. സോ ഒരു ട്രെയിലർ റിയാക്ഷനിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. സോ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ കേരളത്തിൽ വൺ ഓഫ് ദ വെയിറ്റിംഗ് സിനിമ തന്നെയാണ് കത്തനാർ എന്ന് പറയുന്നത്. ജയസൂര്യ അത്ര വർഷം മെനക്കെട്ടതും കാര്യങ്ങളും ഒക്കെയുള്ള ആ ഒരു കത്തനാറിന്റെ ട്രെയിലർ വന്നിരിക്കുകയാണ്. ഞാനും നിങ്ങളെപ്പോലെ ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകുന്നത്. സോ ജസ്റ്റ് ലെറ്റ്സ് ഓപ്പൺ. സോ ഇതാണ്. സോ ഞാനിത് ചെറുതാക്കി കാണിച്ചു തരാം. ഇല്ലെങ്കിൽ ഞാൻ ട്രെയിലറിൻ്റെ ഇടയ്ക്ക് കുറച്ച് സംസാരിക്കുന്ന കൂട്ടത്തിലാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് ക്ഷമിക്കണം, ബിക്കോസ് അത് ശീലമായിപ്പോയി. പിന്നെ അതുപോലെ കോപ്പിറൈറ്റും അധികം സംസാരിച്ചാൽ കിട്ടില്ല എന്നാണ്. എന്തായാലും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ക്രിക്കറ്റ്, സിനിമ, എന്ത് ആർട്ട്, എല്ലാ സാധനവും നമ്മുടെ ചാനലിലുണ്ട്. കയറി നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സോ നമുക്ക് നേരെ വീഡിയോ ഓപ്പൺ ചെയ്താലോ? ഓക്കെ, ഇവിടെ ഫസ്റ്റ് കിടക്കുന്നത് തന്നെ കത്തനാരാണ്. ഓക്കെ, ലെറ്റ്സ് ഓപ്പൺ. ഓക്കെ, സോ ഫുൾ സ്ക്രീൻ ആക്കിട്ടെ. വിജ്ഞാനത്തിന്റെ രൂപവും ഉറവിടവും എപ്പിടിയായിരുന്നാലും കാന്തല്ലൂർ ശാലയിൽ അത് വരവേൽക്കപ്പെടും. സ്റ്റക്കായോ ഈശ്വര? യൂട്യൂബ് ട്രെയിലർ തുടങ്ങിയത് അവസാനിച്ചോ? ഒറ്റ മിനിറ്റ് ഗൈസ്, എന്തോ ട്രെയിലർ ബഗ്ഗായതാണ്. ട്രെയിലർ അല്ല, എൻ്റെ സിസ്റ്റം എന്തോ ബഗ്ഗായതാണ്. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. കന്നഡ നോക്കട്ടെ, അല്ലെങ്കിൽ കൃത്യമായി കാണില്ല. ഇത് മലയാളം തന്നെയല്ലേ ലാംഗ്വേജുള്ളത്? ഓ, ഇതിനകത്ത് മലയാളം തന്നെ. ഓക്കെ, വിജ്ഞാനത്തിന്റെ രൂപവും ഉറവിടവും എപ്പിടിയായിരുന്നാലും കാന്തല്ലൂർ ശാലയിൽ അത് വരവേൽക്കപ്പെടും. ഇന്ദ്രജാലത്തെ നമ്പരുതില്ല. അവബോധത്തിന്റെ രഹസ്യ മാർഗങ്ങളിൽ വരെ അവർ ഗവേഷണം ചെയ്യുന്നുണ്ട്. മോനെ, ഏതാലേ ഫ്രെയിം? മലയാള സിനിമ. മൈ ഗോഡ് ഗൈസ്, നിങ്ങൾ നോക്ക്. யாரோட நினைவுக்கும் எட்டாத, எல்லாரும் அசந்து பார்க்க போற மாதிரி ஒரு மாயாஜாலம். நம்ம ஆன்மாவோட கலந்து நம்ம நினைவுகளோடு சங்கமிக்க போகிற ஒரு நிகழ்வு. രാജശ്രീക്ക് പ്യുവർലി ഇന്റർനാഷണൽ. കുഞ്ഞമ്മനിൽ നിന്ന് വാഴ്ത്തക്കൾ. കണ്ടതും കേട്ടതും ഒന്നുമല്ല വരാനിരിക്കുന്നത്. ഏതാലേ? ആപത്ത് കാലത്ത് വരുന്ന അതിമനുഷ്യൻ അഗ്നിയാണ്. കൈപിടിച്ചാൽ കരുതലും കൈവിട്ടാൽ. ഇംഗ്ലീഷ് പടമാണോ ഗൈസ്? മീൻസ് ആ ഡയലോഗ് ഒന്ന് മറന്ന് നിങ്ങൾ ആ വിഷ്വല് മാത്രം ജസ്റ്റ് നോക്ക്. എനിക്കൊന്നും പറയാനില്ല, എനിക്കൊന്നും കൂടി കാണുന്നുണ്ട്. ഇത് ഇപ്പം തന്നെ നമ്മൾ സംസാരിക്കാണ്ട് ആ ഒരു സാധനം മുഴുവൻ ഇരുന്ന് കണ്ടു. എൻ്റെ അമ്മോ, ഏതാ ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ഐറ്റം. ഒന്നും പറയാനില്ല എനിക്ക്. വാക്കുകൾ കിട്ടാത്തൊരു സാധനം കേട്ടോ. അവസാനമൊക്കെ വന്നപ്പോഴത്തേനും വാവ് എന്നൊരു ഇതായിപ്പോയി. അത് ഫ്രെയിമൊക്കെ വേറൊരു ലെവൽ സാധനമാണ് ചെയ്തു വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് ഈ ട്രെയിലർ കട്ട് മാത്രം കാണുമ്പോൾ മനസ്സിലാവും. ബാക്കി പടം എങ്ങനെ ഉണ്ടാവും, പടം മീൻസ് അതിൻ്റെ കഥ, അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമ്മളിപ്പം നമ്മുടെ മൈൻഡിലേ ഇല്ലല്ലോ. പക്ഷെ ആ വിഷ്വൽ മാത്രം കണ്ട് ട്രെയിലർ എന്ന് പറയുന്നത് എപ്പിക് സാധനമാണ്. അതിൻ്റെ ആ ഫോണ്ട് പിടിച്ചിരിക്കുന്ന പരിപാടിയൊക്കെ വേറൊരു ടൈപ്പ് പരിപാടിയാണ് പിടിച്ചിട്ടുള്ളത്. നൈസായിട്ട് ഒരു നല്ല വൈബ് കിട്ടിയ സാധനം. സോ എന്തായാലും മോസ്റ്റ് വെയിറ്റിംഗ് തന്നെയാണ്. ഈ വർഷം വെയിറ്റ് ചെയ്യുന്നതിൽ മോസ്റ്റ് വെയിറ്റിംഗ് ആയിട്ടുള്ള ഒരു പടം കത്തനാർ തന്നെയാണ്. ഞാനും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. സോ എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ പോയി കാണണം എന്നൊക്കെ ആഗ്രഹിക്കുന്നു. എന്താവുന്നൊന്നും അറിയില്ല. സോ ഈ ട്രെയിലർ കണ്ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത്. ചാനലിൽ ആർട്ട് വീഡിയോസ് ഉണ്ട്, ഷോർട്സ് ആയിട്ട് ക്രിക്കറ്റ് വീഡിയോസ് അപ്പം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, സിനിമ റിവ്യൂസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. എല്ലാം കയറി കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ ഗൈസ്.